എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ പനി ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന മൂവിന്റെ ചോദ്യത്തിനെ തൊട്ട് നോക്കുന്നു പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ജിന്നിനെ തൊടണോ വേണ്ടയോ എന്ന് ഭയങ്കര നെഞ്ചെടുപ്പോട് കൂടി നോക്കി നിൽക്കുന്ന മൂവിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ്. അവൾ ആദ്യം ഒന്നും മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് രണ്ടും കൽപ്പിച്ച് തൊടാനായി അവൾ ഇങ്ങനെ പതിയെ കൈ ഉയർത്തുമ്പോഴേക്കും അവൻ ചിരിച്ചുകൊണ്ട് മാറുന്നു. ഈ ടീം അകത്തേക്ക് അവളെ വിളിച്ച് അവനൊരു കിടുക്കൻ കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മൂണിന്റെയും സ്റ്റാർസിന്റെയും ഒക്കെ ഡെക്കർ ഇങ്ങനെ ടോപ്പിംഗ്സ് ആയിട്ടൊക്കെ ചെയ്ത് നല്ലൊരു കോഫി. അത് അവൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. കൂടാതെ കുടിക്കുന്നവൾ ഇവിടെ ഞാൻ വന്നപ്പോ സ്റ്റാഫ്സ് ഇവിടെ ഇരുന്ന് ക്രാബ് കഴിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര കൊതി തോന്നി, എനിക്കും കഴിക്കാൻ തോന്നി എന്നൊക്കെ പറയുമ്പോ കൂട്ടത്തിൽ തന്നെ അവന്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോവോ, ഫുഡ് ഉണ്ടാക്കി തരുവോ എന്ന് ചോദിക്കുമ്പോ അവൻ ശരി വാ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് പോവാണ്. ഇപ്പൊ അവിടെ ജൂലിയില്ല, ജൂലിയൊക്കെ പറഞ്ഞു വിട്ടല്ലോ. ജിന്നിനും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അവനത് കൂടുതലൊന്നും പ്രകടിപ്പിക്കുന്നില്ല. എന്തായാലും അവളോട് അവൻ ചോദിക്കുന്നുണ്ട് നീ ഇതിനു മുന്നേ ഇവിടെ വന്നതല്ലേ എന്ന്. അവൾ അതേന്ന് പറയുമ്പോ അകത്തേക്ക് അവൻ കൊണ്ടുവന്ന ടീം അവൾ നേരെ അകത്ത് കയറിയ പാടെ അവന്റെ ആ ഒരു റീഹാബിലിറ്റേഷൻ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന റൂം ഉണ്ടല്ലോ, എക്സസൈസ് മറ്റു ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന, അങ്ങോട്ടേക്ക് ഡോർ തുറക്കാനായി ഒരുങ്ങുമ്പോ നീ അവിടെ ഓൾറെഡി പോയതല്ലേ, ഇനിയിപ്പോ പോകണ്ടെന്ന് അവൻ പറയുന്ന ടീം അവൾ ആദ്യം ഒന്ന് പോകാമെന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ശരി വേണ്ട അവൻ പറഞ്ഞ സ്ഥിതിക്ക് പോകണ്ടെന്ന് വിചാരിച്ച് നേരെ അവന്റെ കൂടെ കിച്ചന്റെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഞാനും കുക്ക് ചെയ്യാന്ന് അവൾ പറയുമ്പോ അതിന് എനിക്ക് കുക്കിംഗ് അറിയാമെന്നോ പണ്ടത്തെ അവളുടെ ഒരു കുക്കിങ്ങിലുള്ള പ്രാഗൽഭ്യം ഓർമ്മയുള്ളതുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനേ ഒറ്റയ്ക്കായിരുന്നു കുറെ നാൾ താമസിച്ചത്, ആ ടീം എനിക്ക് കുക്ക് ചെയ്യാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞവൾ ഏപ്രിൽ ഇടുമ്പോഴേക്കും അവൻ അത് പിറകെ ചെന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ടീം നിന്നെ എത്ര പേര് പ്രപ്പോസ് ചെയ്ത് പിറകെ നടന്നിട്ടുണ്ടെന്നല്ല അവൻ അവളോട് ചോദിക്കുമ്പോ കുറെ പേരുണ്ട്, എന്താ അറിയണോന്ന് അവളും ചോദിക്കുമ്പോ അവൻ അത് ഇഷ്ടപ്പെടുന്നില്ല. കുശുമ്പ് തോന്നുന്നവൻ വേഗം തന്നെ ഏപ്രിൽ ടൈറ്റ് ആയി കെട്ടി അങ്ങ് മാറി പോകുമ്പോഴേക്കും സാൻലി ജിന്നിനെ വിളിക്കുന്നുണ്ട്. ജിൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോ എടാ ഞാൻ നിന്നെ കാണാനായിട്ട് വരുവാന്ന് സാൻലി പറയുമ്പോഴേക്കും എടാ ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളതെന്ന് മാത്രം ജിൻ പറയുന്നുള്ളൂ. ഓ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഡോഗ് ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് സാൻലി കളിയാക്കുമ്പോ അല്ലടാ ശരിക്കും ഞാൻ ഒറ്റയ്ക്കല്ലാന്ന് ജിൻ പറയുമ്പോഴേക്കും വേഗം തന്നെ അവിടെ ഹലോ എന്ന് വളരെ സ്വീറ്റ് ആയി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സാൻലി അയ്യോ വേറെ ഏതോ പെണ്ണ് കൂടെ ഉണ്ടെന്ന് കരുതി പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. ഇവർ കണ്ടുമുട്ടിയ കൂട്ടിമുട്ടിയ കാര്യങ്ങളൊന്നും തന്നെ സാൻലിക്ക് അറിയില്ല. എന്തായാലും അപ്പോഴേക്കും ആകട്ടെ ചിരിയോട് ചിരി. അത് കാണുന്ന ജീൻ നീ എന്റെ മാനം കെടുത്തി, കഴിഞ്ഞ 10-20 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ എന്ത് ഡീസന്റ് ആയിട്ട് ജീവിച്ചോണ്ടിരുന്നേന്ന് അറിയാവുന്നില്ല. അവളോട് പറയുമ്പോ സാരില്ല സാൻലി അല്ലേ ആള്, ഈ പോയ മാനത്തിന് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളാന്ന് അവളും പറയുന്നു. അങ്ങനെ എന്തായാലും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോ എനിക്ക് കുറച്ച് വൈൻ വേണമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവൾക്ക് വൈൻ ജിൻ കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ കുടിക്കാനായി എടുക്കുന്നില്ല. അവളാണെങ്കിൽ നല്ല കുടിയോടുകൂടി നീ ഒത്തിരി ഡ്രിങ്ക്സ് അടിച്ചാല് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും അവൻ പറയുമ്പോഴേക്കും അവൾ അത് കാര്യമാക്കാതെ വീണ്ടും നന്നായി തന്നെ വൈൻ കുടിച്ച് ഫിറ്റ് ഇവിടെ പുലമ്പുന്നുണ്ട്. എന്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാൻ ഇവിടെ ഇന്റേൺ ആയിട്ടല്ല നിൽക്കുന്നത്, വളരെ തുച്ഛമായ വരുമാനം എനിക്കുള്ളൂ. ആ വരുമാനത്തിൽ ഇവിടുത്തെ താമസത്തിന്റെ ചെലവ്, ഭക്ഷണം, അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക. എനിക്ക് അമ്മ കാശ് പോലും തരാറില്ല, ഞാൻ ഈ ചെറിയ വരുമാനത്തിലാണ് ജീവിക്കുന്ന, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവൾ ഇവിടെ ജിന്നിന്റെ കൂടെ റൂം ഒന്ന് ഷെയർ ചെയ്തോട്ടെ, അങ്ങനെ ആവുമ്പോ തനിക്ക് കുറച്ച് സൗകര്യത്തിൽ താമസിക്കാലോ, ജിന്നിന് താൻ റെന്റ് കൊടുക്കുന്ന കാശ് തരാം, എന്തായാലും ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോ അവൻ സമ്മതിക്കുന്നേ ഇല്ല. അവൾ എന്തിനാണ് ഇത് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ ആകാം അവൻ ആദ്യമേ അത് സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറുന്നത്. അവൾ ഭയങ്കരമായി അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വളരെ ക്യൂട്ടായൊക്കെ അടുത്ത് നിന്ന് കൊഞ്ചി ചോദിക്കുമ്പോഴൊക്കെ അവൻ സമ്മതിക്കുമെന്ന് അവൾ കരുതുന്നുണ്ടെങ്കിലും സമ്മതിച്ചതേ ഇല്ല. അങ്ങനെ ആ ഒരു ടീമാണ് പുറത്ത് ചന്ദ്രനെ അവൾ ശ്രദ്ധിക്കുന്നത്. നല്ല വട്ടത്തില് ഭയങ്കര ഭംഗിയായി ആ ഒരു ചന്ദ്രനെ കാണുന്ന അവനും അത് അവൾ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ദേ നോക്കി എന്ത് ഭംഗിയാ ചന്ദ്രനെ കാണാനെന്ന്. അത് കാണുന്നവൻ അവളോട് നീ നാട്ടിൽ പോയി അച്ഛനോട് എന്റെ നമ്പർ ചോദിച്ചിട്ട് തന്നിരുന്നു എന്ന് ചോദിക്കുമ്പോ തന്നില്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത് തരാതിരുന്നല്ലേന്ന് അവൾ പറയുന്ന ടീം സൂര്യൻ പകല് വെളിച്ചം തരും, ചന്ദ്രൻ രാത്രിയിൽ വെളിച്ചം തരും, രണ്ടും ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുമ്പോ ഇവൻ എന്താ ഈ പറഞ്ഞെന്ന് ആദ്യം അവൾക്ക് മനസ്സിലില്ലെങ്കിലും പിന്നീട് അത് മനസ്സിലാക്കുന്നവൾ നടന്നുപോയി അവന്റെ പിറകെ ചെന്നവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മറ്റുള്ളവര് എന്ത് കരുതുന്നു വിചാരിക്കേ വേണ്ട, ഞാനിപ്പോ ആ പഴയ കുട്ടിയൊന്നും അല്ല, എനിക്കിപ്പോ 10-26 വയസ്സായി, ഞാൻ ഇപ്പൊ മുതിർന്നിരിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, എന്റെ ഹാപ്പിനെസ് ആണ് എനിക്ക് പ്രയോറിറ്റി എന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും അവനതൊക്കെ കേട്ട് വളരെ ഇമോഷണലായി നിൽക്കാണ്. പെട്ടെന്ന് അവൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു കയ്യിൽ അവനിങ്ങനെ തട്ടുമ്പോഴേക്കും അവൾ ഞാൻ വീടില്ല, ഞാൻ ഇങ്ങനെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ കെട്ടിപ്പിടിക്കണ്ടെന്നല്ല, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണമെന്ന് അവൻ പറയുമ്പോഴേക്കും അവൾ ആ പിടുത്തം വിട്ട് അങ്ങനെ അവനോട് സംസാരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ പലരെയും കാണും, അതിലൊരാളെ സെലക്ട് ചെയ്യണമെന്ന്, അങ്ങനെ പലരെയും കണ്ടിട്ടും ആരും എനിക്ക് ജിന്നിന് പകരമാണെന്ന് തോന്നിയിട്ടേ ഇല്ല, പിന്നെ ഞാൻ ഇനി ആരെങ്കിലും ചുമ്മാ കെട്ടിന്ന് വെച്ചാൽ തന്നെ എന്റെ ഒരു ലൈഫിൽ ഞാൻ ഹാപ്പി ആയിരിക്കോ, ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് ജീവിച്ച ജിന്നിന് സന്തോഷാവോ, എന്റെ ആഗ്രഹം ജിന്നിന്റെ കൂടെ ജീവിക്കണമെന്നുള്ളതാ, ജിന്നാണ് എന്റെ സന്തോഷം എല്ലാം അറിയാലോ, പിന്നെ എന്തിനാ എന്നിങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ അവൻ അത്രയും നേരം അവളിങ്ങനെ വളരെ റൊമാൻറ്റിക് ആയും ഇമോഷണലായും പലതും സംസാരിച്ചെങ്കിലും അങ്ങനെ മസിൽ പിടിച്ച് തന്നെ നിൽക്കായിരുന്നു. പക്ഷെ അവളിങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോൾ അവനത് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പതേ പിറകെ ചെന്നവൻ ലിഫ്റ്റ് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന അവളെ പോയി തടയുകയും കരഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവളോട് കരയരുതെന്നും അവൾ കരയുന്നത് അവന് സഹിക്കാനാവുന്നില്ലെന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം നിനക്ക് തരാം, നീ അത് തറവായി നോക്കണം, അതിനുശേഷം നീ ഒരു തീരുമാനം എടുക്കണം, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. ഞാൻ ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്യില്ല,
ചെയ്യില്ല, നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിൽ ഹാപ്പി ആയിരിക്കും എന്നവൻ അങ്ങനെ അവളെ പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് അവന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം വായിച്ചു നോക്കുന്ന അവൾ ഡോക്ടർ ജൂലിയെ വിളിച്ച് സംസാരിക്കുന്നു. ജൂലിയോട് അവന്റെ റിക്കവറി പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ റിക്കവറി കുറച്ച് ഹാർഡാണ്, എളുപ്പമൊന്നും ജിന്നിന് ശരീരം പഴയ കണക്കാവില്ല, അവൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനായിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ മൂവിനോട് പറയുമ്പോൾ മൂ അത് കേട്ട് അപ്സെറ്റ് ആവുന്നത് നമുക്ക് കാണാം. അങ്ങനെ അടുത്ത ദിവസമായിട്ട് തന്റെ ജോലി സംബന്ധമായ ഒരു ചെറിയ മീറ്റിങ്ങിന് മൂ പോകുന്നുണ്ട്. അതൊരു മലമുകളിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് പർപ്പിൾ മൗണ്ടൻ ഒബ്സർവേറ്ററി എല്ലാം കാണിച്ചു കൊടുക്കുക, അതിനുള്ള ഹെൽപ്പും ഹോസ്റ്റ് ആയി നിൽക്കുക എന്നതൊക്കെയാണ് മൂവിന്റെ അവിടുത്തെ ടാസ്ക്. അവൾ അതൊക്കെ ചെയ്ത ശേഷം അവളുടെ സീനിയറായി ഗൂ അവിടെ നമുക്ക് പിന്നെ ഫ്രീ ആകുമ്പോൾ ഒരു ഹോട്ട് പോട്ട് കഴിക്കാൻ പോയാലോ എന്നൊക്കെ ചോദിക്കുന്ന സമയം തന്നെ ഇല്ല, എനിക്ക് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടെന്നല്ല മൂ പറയുമ്പോഴേക്കും അവിടെ ജിൻ വന്ന് നിൽക്കുന്നു. ജിന്നിനെ അവിടെ കാണുന്ന മൂ ഭയങ്കര ഷോക്ക് ആവുന്നു. കാരണം കുറച്ച് അധികം നടന്ന് മലയൊക്കെ കയറി വേണം അവൾ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലത്ത് വരാൻ. അവിടെ ഇവൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്നത് അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവൻ ഒന്നാമത് വയ്യല്ലോ, അപ്പോൾ തന്നെ കാണാൻ വേണ്ടി അവൻ ഇങ്ങനെ വന്നു എന്നത് അവളെ ഭയങ്കര സങ്കടപ്പെടുത്തി. ഞാൻ നിന്നെ കാണാനാ വന്നതെന്ന് അവൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അവൻ പറയുമ്പോഴേക്കും അവൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഈ ടീം ഗു ആട്ടെ ഇവരുടെ അടുത്തേക്ക് എത്തി മൂവിനോട് സംസാരിക്കുമ്പോൾ ഇത് ആരാണെന്ന് ജിൻ ചോദിക്കുന്നുണ്ട്. അവനെ പോസസീവ് ആയ കണക്കുണ്ട്, മുഖം ഇരിക്കുന്ന കണ്ട ഇത് എന്റെ കൊളീഗാണെന്ന് അവളും പറയുന്നുണ്ട്. പിന്നെ ഗു ആട്ടെ ആക്ച്വലി മൂ ഈ നാട്ടിലേക്ക് എത്തി വർക്ക് ചെയ്യാൻ ഞാനൊരു കാരണമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ജാടയിട്ട് സംസാരിക്കുമ്പോഴേക്കും ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ ഒരു 1 വീക്ക് എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് മൂ പറയുന്നുണ്ട്. ഓൾറെഡി ആ ഒരു പേന കൊടുത്തത് ജിന്നാണെന്നൊക്കെ അപ്പോ ഗുവിന് മനസ്സിലാവുന്നുണ്ട്. അയാൾ ശരി നിങ്ങൾ സംസാരിക്കും, എന്തായാലും ഡിന്നറിന് വരുന്നുണ്ടോന്ന് അവളോട് ഇപ്പോഴേ ചോദിക്കുമ്പോൾ ഇല്ല, നൈറ്റ് എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗുവിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ ഒരു ടീം ജിന്നിനോട് എന്നാലും മല കയറി വരണ്ടായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ ഞാൻ കേബിൾ കാർ പിടിച്ചാ വന്ന, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് അവനും പറയുന്നുണ്ട്. ശരി എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇവിടെ കുറെ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്, അത് കാണാതെ ഇനി പോകണ്ടെന്ന് പറഞ്ഞ് അവൾ അതൊക്കെ കാട്ടിക്കൊടുക്കാനായി അവനെ കൂടെ കൂട്ടുന്നു. എന്തെങ്കിലും അവിടെ ഓരോന്നും അവൾ അങ്ങനെ അവന് കാട്ടിക്കൊടുക്കുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവൻ അവളിൽ തന്നെയാണ്. കൂടാതെ അവൻ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി അവൾ പറയാതെ തന്നെ അറിയാം. കാരണം ഈ ഒരു ആസ്ട്രോണമി ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണല്ലോ. തുടർന്ന് അവനും അതൊക്കെ കുറെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അവളാകട്ടെ സത്യം പറയാം എന്തിനിപ്പോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ നിനക്ക് റിപ്പോർട്ട്സ് ഒക്കെ അയച്ചില്ലേ, അത് കണ്ട് നീ പേടിച്ചു പോയോ എന്നറിയാൻ വന്നതാണ് എന്ന് പറയുന്നവൻ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുന്ന ടീം അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ വേറെ ഒരാളെ കല്യാണം കഴിച്ച് അയാളുമായിട്ടുള്ള എന്റെ ലൈഫിൽ ഞാൻ നരയിക്കായിരുന്നു, അയാൾ എനിക്ക് പറ്റിയ ഒരാളല്ല, അയാൾ എന്നെ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന അങ്ങനത്തെ ഒരു ടോക്സിക് ആയ ഒരാളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ജിന്നെന്ന ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്യാനാ, നീ ആ ലൈഫിൽ നിന്ന് വന്ന് മൂൺ ചെയ്ത് കാണാനായി എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു തരുമെന്ന് അവൻ പറയുമ്പോൾ അങ്ങനെ മൂൺ ചെയ്ത് ജിന്നിന്റെ കൂടെ ജീവിക്കാനാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. എന്നാലും നീ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്ന് അവൻ ഓർമ്മപ്പെടുത്തുമ്പോൾ വാ ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞു ഒരു സ്പോട്ടിലേക്ക് അവൾ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിൽക്കുമ്പോൾ സണ്ണിനെയും മൂണിനെയും ഒരേ സമയം കാണാം. അതായത് പകല് സൂര്യനും രാത്രി ചന്ദ്രനുമാണ്, രണ്ടുപേരും ഒന്നിച്ചു വരില്ല എന്ന് പറയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ചില സമയം ഈ പകല് സമയത്ത് ഇങ്ങനെ ആകാശത്ത് സൂര്യനുള്ളപ്പോൾ തന്നെ ചന്ദ്രന്റെ ഒരു പ്രസൻസ് അവിടെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കാട്ടിക്കൊടുക്കുന്ന അവൾ പ്രകൃതിയിൽ തന്നെ ഇവർക്ക് ഇങ്ങനെ ഒന്നിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരു കടുംപിടുത്തത്തിന്റെ ആവശ്യമുണ്ടോ? സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് ഷൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരെ വേർപെടുത്താൻ വിധിക്ക് താല്പര്യമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അതേ കണക്ക് തന്നെയാ നമ്മുടെ കാര്യത്തിൽ എനിക്കും. ഈ സൂര്യനെയും ചന്ദ്രനെയും പോലെ തന്നെ ജിന്നും മൂവും ഒന്നിച്ചുണ്ടാവും, അവരെ ആർക്കും അങ്ങനെ പിരിക്കാനായി സാധിക്കില്ല. ഇതാ എന്റെ ഉത്തരം. ഇതിലും നന്നായി എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നും കൂടി അവൾ പറയുന്ന ആ ഒരു ടീം അവൾ ഭയങ്കരമായി ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ അത് കേൾക്കുന്ന അവനും വളരെ ഇമോഷണൽ ആയിട്ടാണ് അത് കേട്ട് നിൽക്കുന്നത്. തന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിക്കുമ്പോൾ തന്റെ റിക്കവറി ഇനിയും എത്രയും കഠിനമാണ്, എത്ര പേഷ്യൻസോട് കൂടി തന്റെ കൂടെ നിന്നാലേ ആ ഒരു അവസ്ഥയിലൊക്കെ മറികടന്ന് തന്റെ കൂടെ മുന്നോട്ട് വരാൻ സാധിക്കൂ എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒരു പക്ഷെ തന്നെ ഇട്ടിട്ട് പോകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവൾ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട്സ് കണ്ടിട്ട് പോലും അവനെ മറക്കാനോ അവനില്ലാണ്ട് മുന്നോട്ട് പോകാനോ തയ്യാറല്ല എന്നത് അവനിപ്പോ വളരെ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും അവൻ വേഗം അവളെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും പിന്നീട് ഒന്നും മിണ്ടാതെ അവിടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മിണ്ടാതെ തന്നെ അവരുടെ മുന്നോട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാവി അവർ അവിടെ ഡിസൈഡ് ചെയ്തു. അത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുമുണ്ട്. എന്തായാലും അങ്ങനെ അവർ ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഗു ഇവരെ ഒരു ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആക്ച്വലി വിളിച്ചത് മൂവിനെയാണ്, പക്ഷെ മൂ അപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പോകുന്നുണ്ട്. കാരണം ഇവർ കൊളീഗ്സ് എല്ലാവരും കൂടി ഉള്ള ഒരു ഡിന്നറാണിത്. പോകുമ്പോൾ നമുക്ക് വേണേൽ ഫാമിലിയും കൂട്ടാം. അങ്ങനെ ജിന്നിനെയും മൂ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇതാരെ എക്സ് ബോയ് ഫ്രണ്ടോ എന്ന് അവിടെ ജിന്നിനെ കണ്ടപാട് ഗു ചോദിക്കുമ്പോൾ അല്ല എന്റെ കറന്റ് ബോയ് ഫ്രണ്ട് ആണെന്ന് ഇവർ ഇപ്പൊ റിലേഷൻഷിപ്പിലാണ് എന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ മൂ സംസാരിക്കുമ്പോൾ അപ്പൊ ഇനി പലർക്കും നെഞ്ചു പൊട്ടുമല്ലോ എന്ന് മൂന്ന് പുറകെ പൊതുവെ കുറച്ച് പേര് നടപ്പുണ്ട് എന്ന രീതിക്ക് അവിടെ ഗു പറയുമ്പോൾ അത് കേട്ട് മൂ ചിരിക്കുന്ന ടീം ജിന്നിന് ഇച്ചിരി അസൂയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ന് ജിൻ ആദ്യമേ പറയുന്നുണ്ട് എന്റെ വകയാണ് ട്രീറ്റ് എന്നത്. തുടർന്ന് അവർ ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ മൂന്ന് കെയറോട് കൂടി ജിൻ വിളമ്പിയൊക്കെ കൊടുക്കുന്നു. കൂടാതെ വൈൻ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കൈ തമ്മിൽ തട്ടുമ്പോൾ രണ്ടുപേർക്കും ഒരു നാണമൊക്കെ ഫീൽ ആവുന്നുണ്ട്. കൂടാതെ മുന്നേ എപ്പോഴും കൈ കോർത്തിരുന്ന കണക്ക് ഇപ്പോഴും അവർ കൈ കോർത്തിരിക്കുന്നു. എല്ലാവരും അങ്ങനെ ചുറ്റിനുണ്ട്, കഴിക്കുന്നു,
ചിരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ ഇവരുടെ തന്നെ ഒരു ലോകത്ത് പെട്ട കണക്കാണ് രണ്ടുപേർക്കും ഫീൽ ആവുന്നത്. എന്തായാലും അന്ന് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. ഇവർക്ക് പോകാൻ കുടയില്ലാത്തത് കൊണ്ട് ജിൻ മൂവനോട് നീ വാ നമുക്ക് ഈ കോട്ടിൽ പോകാന്ന് പറഞ്ഞ് അവന്റെ കോട്ടിൽ അവളെ ഭയങ്കരമായി കവർ ചെയ്ത് കൊണ്ടുപോവാണ്. മുഖം പോലും കാണാൻ വയ്യ. എന്നെ തട്ടിക്കൊണ്ട് പോകാന്ന് ആരും വിചാരിക്കില്ലെന്നല്ല. അവൻ ഇത്രയും കെയർ ആയിട്ട് ഈ പളുങ്ക് പാത്രമൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന കണക്ക് അവളെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ അവള് തന്നെ അവനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ടീം അധികം നനഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ജിൻ നന്നായി നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വേഗം ഫ്രഷ് ആവാനായി പോകുന്നുണ്ട്. ആ ടീം അവിടെ ഒരു റോക്കറ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ പണ്ട് ഗിഫ്റ്റ് ചെയ്ത ആ ലെഗോ സെറ്റ് കൊണ്ട് ബിൽഡ് ചെയ്ത റോക്കറ്റ് ആണത് എന്ന് മനസ്സിലാക്കുന്ന അവൾ അത് തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൾ ഇത് എപ്പോഴാണ് ബിൽഡ് ചെയ്തതെന്നെല്ലാം അവനോട് ചോദിക്കുമ്പോൾ ഇത് ഞാൻ 2 വട്ടം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വട്ടം കുറച്ച് ഈസി ആയിരുന്നു, പക്ഷെ 2ാമത്തെ വട്ടം എന്റെ ഇൻസ്ട്രക്ഷൻ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, പിന്നെ കുറച്ച് ടൈം എടുത്തു എന്ന് അവൻ പറയുമ്പോൾ എന്റെ ഡീറ്റെയിൽസ് അവൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ വട്ടം ഞാൻ ഭയങ്കരമായിട്ട് വീക്കായിരുന്ന സമയത്തായിരുന്നു ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളം വീക്കായിരുന്ന സമയത്ത് നീയും എന്റെ കൂടെ ഇല്ല, നിന്നെ മിസ് ചെയ്ത് ഞാൻ അങ്ങനെ ആ ഒരു ടൈം മെമ്മറീസിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി അത് ബിൽഡ് ചെയ്ത് തുടങ്ങിയതാ എന്നിങ്ങനെ അവൻ പറയുമ്പോൾ ഇവൾ പറഞ്ഞിരുന്നല്ലോ ഇവർ ഒന്നിച്ച ശേഷം ഫ്യൂച്ചറിൽ ഇവർക്ക് ഒന്നിച്ചിരുന്ന് ഇത് ബിൽഡ് ചെയ്യാന്നൊക്കെ. അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ ഇപ്പോൾ ബിൽഡ് ചെയ്തതിന് അവന് ധൃതി കാണിച്ചു എന്നൊക്കെ അവൾക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ, ഇത് വീണ്ടും ഇളക്കിയിട്ട് ഒന്നുകൂടെ ബിൽഡ് ചെയ്യണമെന്നല്ല അവൻ ചോദിക്കുമ്പോൾ വേണ്ട, പക്ഷെ ജിന്നിന്റെ കൂടെ എനിക്ക് ഉണ്ടാവാൻ സാധിച്ചിട്ടില്ലല്ലോ, എനിക്ക് അതിന്റെ കാര്യം ഓർത്ത് ഇപ്പൊ ഭയങ്കര കുറ്റബോധം ഉണ്ടെന്ന്. അവന് ആ ഒരു ആക്സിഡന്റിന് ശേഷം മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അവന്റെ കൂടെ നിൽക്കാൻ സാധിച്ചിരുന്നില്ലല്ലോ എന്ന രീതിയിൽ അവൾ സങ്കടപ്പെടുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ടീം അവൾ ഞാൻ ഇന്നിവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, നാളെ തന്നെ നിനക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്യാന്ന് അവൻ പറയുമ്പോൾ എങ്കിൽ പിന്നെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന എന്താ കുഴപ്പമൊന്നും ചോദിച്ച് അവളിങ്ങനെ അവനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല എന്ന് മനസ്സിലാക്കി അവനെ കിസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. തുടർന്നവർ അന്ന് അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോ അതിന്റെ ഇടയിൽ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എല്ലാം ഉറപ്പിച്ചിട്ട് തന്നെയാണോന്ന്. ഒരു ഡൗട്ടും വേണ്ട, എല്ലാം ഉറപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞു അവൾ തന്നെ മുൻകൈ എടുത്താണ് അവർ അന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. തുടർന്ന് അടുത്ത ദിവസമായിട്ട് അവൾ എണ്ണിക്കുന്നതിന് മുന്നേ എണ്ണീറ്റ് അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും അവൾക്ക് ഡ്രസ്സും ഒക്കെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവൾ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അവൻ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ റെഡിയായി വരുന്ന അവൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കര ചമ്മലാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും അവനായിട്ട് അവളോട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന വീടിന് 2 മാസത്തേക്കും കൂടി റെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കൂടി കഴിഞ്ഞ് വന്നാൽ മതിയോന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും അവൻ വേഗം അവൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നു. ഇത് എന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ആ 2 മാസത്തേക്കും കൂടിയുള്ള റെന്റ് ഞാൻ നിനക്ക് തിരിച്ചയച്ചിട്ടുണ്ട്, അപ്പൊ ആ കാശ് പോയി നീ സങ്കടപ്പെടേണ്ടെന്ന് അവൻ പറയുമ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും അവരങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ജിന്നിന്റെ അസിസ്റ്റന്റും ഡ്രൈവറും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരാൾ എത്തുന്നുണ്ട്. വെന്നെന്നാണ് ആളുടെ പേര്. മൂവിന്റെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായി വെന്നിനെയാണ് ജിൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഈ ടീം വെന്നാകട്ടെ സാർ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിന് വീക്കെൻഡ് ഓഫ് വരണേന്നൊക്കെ അവനെ സോപ്പ് ഇടുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് മൂവും ചിരിക്കുന്നു. അതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഡിന്നറിന്റെ സമയത്ത് ഒരു കൊളീഗിന്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ജിൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു കൊളീഗിന്റെ കാര്യം എടുത്തിരുന്നവൻ ആരാത് എന്താത് എന്നൊക്കെ കുറച്ച് അസൂയോടുകൂടി ചോദിക്കുമ്പോൾ അതെല്ലാം കേട്ട് മൂവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. തന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അവൻ ഭയങ്കര പോസസീവ് ആവുന്നത് എന്ന ആ ഒരു കാര്യം കൊണ്ട്. ഓൾറെഡി ഇങ്ങോട്ടേക്ക് മാറണം എന്ന രീതിക്ക് തന്നെയാണ് ഇവൻ ഈ ഒരു സ്റ്റാഫിനെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായി വണ്ടി ഡ്രൈവ് ചെയ്യാനായി ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ താൻ റെന്റിന് കൊടുത്ത കാശും കോമ്പൻസേറ്റ് ചെയ്ത് അയച്ചു എന്ന കാര്യങ്ങളൊക്കെ അവളെ ഒരുപാട് ഹാപ്പി ആക്കുന്നു. എന്തായാലും അങ്ങനെ വെന്നിനെ പുറത്തു നിർത്തി മൂവിന്റെ താമസ സ്ഥലത്ത് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഇവർ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. ആ ഒരു ടീമാണ് ജിൻ പറയുന്നത് ആക്ച്വലി ഞാൻ ഈ ഒരു നാട്ടിലേക്ക് വന്ന ശേഷം ബീജിങ്ങിലുള്ള ഒരു ഫാക്ടറിയിൽ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ റിക്കവറി സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് വല്ലപ്പോഴേ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ പഠിക്കാനായി ചേരുന്നതിന് മുന്നേ ആ ഒരു വർക്കിന് ജോയിൻ ചെയ്ത് അവിടെ എനിക്ക് കുറെ ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഞാൻ പിന്നെ ഇവിടെ കോഫി ഷോപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് ഞാൻ പഠനത്തിന്റെ രീതിക്കും പോയി കോഫി ഷോപ്പുമായി പിന്നെ ഈ ഒരു വർക്കിന്റെ ചില പ്രോജക്റ്റിന് എനിക്ക് കുറച്ച് ട്രാവൽ ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ അതിന് വലിയ ഓക്കെ അല്ലാത്തത് കൊണ്ട് എനിക്ക് കമ്പനിയിൽ നിന്ന് ഡ്രൈവർ കം അസിസ്റ്റന്റ് ആക്കി തന്ന ആളാണ് ഇവൻ. ആളെ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ ഇപ്പൊ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായി വെന്നിന്റെ സഹായം വേണമെന്നല്ല ജിൻ പറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് അവിടെ സ്ലീവ് ഒന്നും ഇല്ലാത്ത ഒരു സ്ട്രാപ്ലെസ് ട്യൂബ് ഡ്രസ്സ് ജിൻ കാണുന്നത്. അവൻ പെട്ടെന്ന് അത് സ്കാർഫ് ആണെന്ന രീതിക്ക് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അത് ഡ്രസ്സാണ്, ഇങ്ങനെ വലിച്ചിടുന്നതാണെന്നൊക്കെ അവൾ പറയുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടോ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന അവൻ ഒന്ന് ഇട്ട് കാണിക്കാനേ അവളോട് പറയുമ്പോൾ അവൾ അവനെ പുറത്താക്കി റൂമിലേക്ക് പോയി ആ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തിരിക്കുന്നവൻ അവിടെ പണ്ടത്തെ അവന്റെ ആ ഒരു കാറിന്റെ മിനിയേച്ചർ അവിടെ ഇരിക്കുന്നത് കാണുന്നു. ഒപ്പം തന്നെ അവിടെ അവളുടെ ഒരു ഫോട്ടോ ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ ഇവർ ഒന്നിച്ചെടുത്ത ഫോട്ടോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു. ഒപ്പം ഒരു ബോക്സിനകത്ത് ഒരുപാട് സാധനങ്ങൾ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വർക്ക്ഷോപ്പിലെ ജോലിക്കിടയിൽ അവന്റെ കൈ മുറിയുമ്പോൾ കെട്ടിയിരുന്ന ആ ഒരു ബാൻഡീഡിന്റെ തുണി, ഒപ്പം തന്നെ അവൻ അവൾക്ക് ചെയ്തു കൊടുത്തുന്ന ഹോംവർക്കിന്റെ പേപ്പർ, അങ്ങനെ പല കാര്യങ്ങളും അതൊക്കെ കണ്ട് അവൻ വളരെ ഹാപ്പി
ഇരിക്കുമ്പോഴേക്കും അവൾ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അത് കാണുന്ന അവൻ സ്റ്റണ്ണായി പോകുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്ന് തോന്നുന്ന അവൻ അവളെ ചേർത്ത് നിർത്തി ഈ ഡ്രസ്സ് നീ എപ്പോഴൊക്കെ ഇടാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനെ അസൂയ പിടിപ്പിക്കാൻ വേണ്ടി ഹാൻസം ആയിട്ടുള്ള പയ്യന്മാരെ കാണുമ്പോഴാണ് ഇടാറുള്ളതെന്ന് അവളും പറയുന്നുണ്ട്. എന്തായാലും ആ കൂട്ടത്തിൽ ഞാനും ഒരാളാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളെ കിസ് ചെയ്യുമ്പോഴേക്കും അവൾ പെട്ടെന്ന് വെൻ താഴെ നിപ്പുണ്ട്, വെറുതെ നിർത്തി മുഷിപ്പിക്കേണ്ടെന്ന് അവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൻ വേഗം വെന്നിനെ ഫോൺ ചെയ്ത് കോഫി ഷോപ്പിലേക്ക് പൊക്കോ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു വിടുമ്പോ അങ്ങനെ വെൻ പോയി. കുറെ കഴിഞ്ഞാണ് വെന്നിനെ തിരിച്ചു വിളിക്കുന്നത്. വെൻ അപ്പോഴേക്കും വരുമ്പോ കോഫി ഷോപ്പിൽ ഒരു സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കാണുന്ന ജിൻ ഇതെന്താ വേറെ സ്റ്റാഫ് എന്ന് അവനോട് ചോദിക്കും. അല്ല കുറെ നേരമായി പാക്ക് ചെയ്യാണെന്നല്ലേ, അപ്പൊ പിന്നെ കുറെ സാധനം ഉണ്ടെന്ന് തോന്നിയിട്ടാണെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ പാക്കിംഗ് അല്ല നടന്നത്, വേറെ കാര്യങ്ങളാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ജിന്നിനും മൂനും ചീരി വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇവർ റെഡിയായി കോഫി ഷോപ്പിന് അവിടേക്ക് ചെല്ലുമ്പോൾ മൂനെ കാണുന്ന അവിടുത്തെ സ്റ്റാഫ് പെട്ടെന്ന് ഇവർ റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാവാതെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ജിൻ അവളുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കാണുന്ന മറ്റേ സ്റ്റാഫ് ദേ നോക്ക് നമ്മുടെ ബോസ് ലേഡിയാ വന്നിരിക്കുന്നതെന്ന്, ഇവർ റിലേഷൻഷിപ്പിലാണ് എന്നത് അവിടെ വ്യക്തമാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജിന്നും അതെ ആക്ച്വലി ഞാൻ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഇതിന് മൂൺ കോഫി എന്ന് പേരിട്ടത് തന്നെ മൂവിന് വേണ്ടിയാ, അവൾക്കുള്ള എന്റെ ഗിഫ്റ്റ് ആണിത്. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും അവളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളാണെന്നെല്ലാം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു കട അവൾക്ക് വേണ്ടി തുടങ്ങാനായി അവൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് അവളോട് പറയുന്നവൻ ആ ഒരു അക്കൗണ്ട്സ് ബുക്കൊക്കെ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. ഇത് എനിക്ക് എന്തിനാണെന്ന് അവൻ ഇതെല്ലാം തന്നെ ഏൽപ്പിക്കുന്നത് കണ്ട് അവൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്, അപ്പോൾ നിനക്ക് വേണ്ടി അല്ലാണ്ട് ഇത് ഞാൻ വേറെ ആർക്ക് വേണ്ടി കൊടുക്കാനാണെന്നും അവൻ പറയുന്നുണ്ട്. എന്തായാലും അവരങ്ങനെ അവിടെ ഹാപ്പി ആയി നിൽക്കുമ്പോഴേക്കും അവൻ അർജന്റായി ഒരു ബിസിനസ് കോൾ വന്നതിനെ തുടർന്ന് അവൻ പോകുന്ന ടീം അവളോട് വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവളെ വീട്ടിലാക്കാനായി വെന്നിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വെന്നിന്റെ കൂടെ അവൾ കാറി പോകുമ്പോൾ കുട്ടി വന്നില്ലേന്ന് വെൻ ചോദിക്കുമ്പോൾ കുട്ടിയോ ഏത് കുട്ടിയെന്ന് ആദ്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല വൈഫും കുഞ്ഞും അബ്രോഡാണെന്നാ സാറ് പറഞ്ഞിട്ടുള്ള, കുഞ്ഞെന്തേലും ചോദിക്കുമ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ട്. എന്നെ പറ്റി എന്തൊക്കെ ജിൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ ചോദ്യത്തിന് ഒത്തിരി ഒന്നുമില്ല. ഇടയ്ക്കെപ്പോഴും ഇങ്ങനെ വൈഫും കുട്ടി അബ്രോഡിലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വൈഫിനെ പറ്റി ഇടയ്ക്ക് കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ആള് വളരെ സ്വീറ്റ് ആണ്, പക്ഷെ ദേഷ്യം വന്നാ പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അതൊക്കെ കേട്ട് അവൾക്ക് ചിരി വരുന്നുണ്ട്. ഇത്രയും നാള് താനും ചിന്നും വേറുപിരിഞ്ഞിരുന്നെങ്കിലും അവൻ തന്നെ പോലെ തന്നെ ഓരോ നിമിഷവും താൻ അവനെ ഓർത്തിരുന്ന കണക്ക് തന്നെ ഓർത്തിരിക്കുകയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ആ കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്ന സങ്കടത്തേക്കാൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എത്ര മനോഹരമാക്കാം എന്നൊരു സന്തോഷവും പ്രതീക്ഷയുമായിരുന്നു അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.